വെൽക്കം ടു ഡേ 7. ആ റോസ് മുഴുവൻ വാടുന്നവരെ നിങ്ങൾ ഇത്തരം പ്രഹസനങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. സൺഡേസ് ഒക്കെ ഞാനങ്ങ് റെസ്റ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഇന്ന് എണീറ്റപ്പോൾ 8 മണിയായി കേട്ടോ. പിന്നെ നമ്മുടെ യൂഷ്വൽ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു കേശ സംരക്ഷണമാവാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്ത് പോകാൻ കേട്ടോ. നമ്മളിന്ന് ഒരു ലഞ്ച് ക്രൂസ് ബുക്ക് ചെയ്തിരുന്നു. മിനാർ ക്രൂയിസാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ രാവിലെ 11:30-11:45 ആയപ്പോഴേക്ക് നമ്മൾ അവിടെ എത്തി. 12 മണി തൊട്ട് 2 മണി വരെയുള്ള ലഞ്ച് പാക്കേജാണ് നമ്മൾ എടുത്തിരുന്നത്. അങ്ങനെ അവിടെ കയറി നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. പെർ ഹെഡ് അറൗണ്ട് 1000 rupees ആണ് കേട്ടോ ഇതിന് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ഹാഫ് റേറ്റ് ആണ് വരുന്നത്. 3 to 10 years ഓൾഡ് ആണെങ്കിൽ. അവരുടെ ലഞ്ച് അത്യാവശ്യം നല്ല ലഞ്ചായിരുന്നു കേട്ടോ. നമുക്ക് ആക്ച്വലി പാക്കേജ് എടുത്തപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നല്ല ബോറടി ആയിരിക്കും, അതുപോലെ ആകെ 2 മണിക്കൂറല്ലേ ഉള്ളൂ, അത് ഭയങ്കര കുറവായിരിക്കും എന്നൊക്കെ. മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ പാരൻസൊക്കെ ആദ്യമായിട്ടായിരുന്നു കടലിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു മെൻ്റലിസം പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് DJ ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിള്ളേർക്കാണെങ്കിലും പാരൻസിനാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങോട് കൂടെയാണ് നമ്മൾ വീടെത്തിയത്. പിന്നെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് മെല്ലെ ഡിന്നർ പരിപാടികളൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. പുറത്ത് പോയതുകൊണ്ട് ഇന്ന് വെള്ളം കൂടി ഭയങ്കര കുറവായിരുന്നു കേട്ടോ. കുറച്ചധികം കാലമായിട്ട് എൻ്റെ വണ്ടി കട്ടപ്പുറത്താണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊണ്ടുവന്നതാണ് പാരൻസ് വന്നപ്പോൾ. അപ്പോൾ ഞാൻ അതൊന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് ഇന്ന് എക്സസൈസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് സ്റ്റെയർസ് എടുത്തിട്ടാണ് മേലേക്ക് പോയത്. അങ്ങനെ വെള്ളവും തീർന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും ട്രാക്കറും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.